It is with great honor that I invite our esteemed chief guest, Dr. C.J. John, Senior Consultant Psychiatrist at Medical Trust Hospital. His areas of expertise include general psychiatry, child guidance, and suicide prevention. That is something which is worrying us at the moment as parents and as stakeholders. The deteriorating mental health of our wards. So sir is here to address that also. He is a fellow of the Indian Psychiatry Society and member of the National Academy of Medical Sciences. We extend a heartfelt gratitude to Dr. C.J. John for taking his time out to be with us today and for sharing some of his thoughts. And I think that would be of great help to hone our parenting skills. Let us all give Sir a warm round of applause as we invite Dr. C.J. John to address us. Welcome, sir. ഒരു കോളേജിലെ പേരൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രിക്കിയാണ്. സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ കുറേ കൂടെ എളുപ്പമാണ്. അത്യാവശ്യം ഒരു പേരൻറ്റ് സ്റ്റൈൽ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാം. പക്ഷേ കോളേജിലെ കുട്ടികളെന്ന് പറയുമ്പോഴേക്കും അവരുടെ പേരൻസ് എന്ന് പറയുമ്പോഴേക്കും പ്രൊഫൈൽ വല്ലാതെ മാറി. എന്നിരുന്നാലും നമുക്ക് ഒരു സ്കൂൾ കുട്ടിയുടെ കഥ വെച്ചിട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു 9 വയസ്സുള്ള പെൺകുട്ടി സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ്. യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ഫോളോയിങ്? I'll try to. I'm talking about a 9-year-old girl who is coming back from the school home. She says, ഇന്ന് സ്കൂളിലൊരു വലിയ അത്ഭുതം നടന്നു. She said, I had a great experience in my classroom. ഇതിൽ എത്ര പേര് എന്താണെന്ന് ചോദിക്കും? കൈ പൊക്കാവും. ഓൾമോസ്റ്റ് ഓൾ. ആ കുട്ടിയുടെ മറുപടി, ഇന്ന് ക്ലാസ് മുറിയിൽ ഒരു പൂമ്പാറ്റ പറന്നു വന്നു. എ ബട്ടർഫ്ലൈ കെയിം ടു ദിസ് ക്ലാസ് റൂം. ഇനി എത്ര പേര് കൈപൊക്കും? ഇനി എത്ര പേര് കൈപൊക്കും? ഇതാണോ സംഭവം എന്ന് ചോദിക്കുന്നവർ എത്ര പേരുണ്ടാവും? കൈപൊക്കി. അപ്പം ഇത്രയും പേര് ഇതാണോ എന്ന് ചോദിക്കും. ഇതിലൊരു ബഹുഭൂരിപക്ഷവും പിന്നീട് ചോദിക്കുകയില്ല. റൈറ്റ്? ചോദിക്കുന്നവരെന്താ ചോദിക്കാൻ പോകുന്നത്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് those who want to ask her will ask? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഉറക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എന്തോ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണോ എന്ന് ചോദിക്കും. ഓക്കെ, എൻ്റെ മറുപടി റെപ്രസെൻറ്റിങ് ദ ഗേൾ. പിന്നെ ഭയങ്കര ഭംഗിയുള്ള കുട്ടിയാണ്, ബട്ടർഫ്ലൈയാണ്, വെരി ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇനി എത്ര പേര് കൈപൊക്കും? ഇനി എത്ര പേര് കൈപൊക്കും? കൈപൊക്കാം. കൈപൊക്കാൻ പേടിച്ചിട്ടാണ്? ക്വസ്റ്റ്യൻ വരുന്നത് പേടിച്ചിട്ടാണ്? ഇതേ കുട്ടി തന്നെ ഇപ്പം ഇതിൽ ഈ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ ആരും തന്നെ കൈപൊക്കിയിട്ടില്ല. നോബഡി വാണ്ട് ടു പെർസ്യൂ ദ ഡയലോഗ് വിത്ത് ദ ചൈൽഡ്. ഓക്കെ, ഈ കുട്ടി നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടിയുടെ ഏജിലേക്ക് വളർന്നതിന് ശേഷം അവൾ ദിവസവും കോളേജിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഒരു പയ്യൻ നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നിന്നെ ഞാനൊന്ന് പ്രേമിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന വിവരം നിങ്ങൾ എത്ര പേരോട് പറയും? നോ. If you have not pursued the communication at the age of 9 to the level that she is happy telling the experience, that girl is not going to tell you. നിങ്ങളിപ്പം വളരെ മേനി നടിച്ചിട്ട് കൈപൊക്കും. നിങ്ങളിതിലൊരു ഗ്രൂപ്പ് കൈപൊക്കി എൻ്റെ അടുത്ത് പറയും എന്ന് പറയില്ല. ബിക്കോസ് at the age of 9, what did this girl learn from you? ഈ അമ്മയോട് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം വന്ന് പറഞ്ഞാൽ
എൻ്റെ മതിയും കൊതിയും തീരുന്നത് വരെ ആ ബട്ടർഫ്ലൈയുടെ നിറം ചോദിക്കുക, ആ ബട്ടർഫ്ലൈ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുക, ആ ബട്ടർഫ്ലൈയെ കണ്ടപ്പോൾ നിനക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്തെന്ന് ചോദിക്കുക. ഇഫ് യു ഹാവ് നോട്ട് ബീൻ എ പേരൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 9 to initiate a dialogue with the child to the extent that the child is happy communicating with you എന്നുള്ള ആ പ്ലെയിനിലേക്ക് നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ട്രസ്റ്റ് മീ, your daughter is not going to tell this excitement to you. And you know what is going to happen to her? You know what is going to happen to her? Maybe at some point of time he will be able to win the heart. ഒരു ദിവസം കോളേജിൽ നിന്ന് വരുമ്പോൾ ഈ കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നുണ്ടാവും. യു വോണ്ട് റെക്കഗ്നൈസ്, ബട്ട് ദിസ് ബോയ് റെക്കഗ്നൈസസ്. എൻ്റെ സുന്ദരിക്കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നത് എന്താണെന്ന് അവൻ വഴിയിൽ ചോദിക്കും. സോ ഹൂ ഈസ് എ ബെറ്റർ ലിസണർ വെൻ അറ്റ് ദിസ് ഏജ് ഷീ എവാലുവേറ്റ്സ് ഹെർ മദർ, ഫാദർ ഓർ ദിസ് ബോയ്? ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കേരള. This is what is happening in Kerala. So, for you to be an ideal parent, it is not the branded shoe you buy to the girl or son. It is not the branded shirt you purchase for your son. Or it is not the high-end bike you buy for your son. It is a time spent on communicating with the son or daughter that matters. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് കുട്ടികളുടെ പ്രോബ്ലം ഈ ഡിജിറ്റൽ ഏജിൽ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയില്ലെങ്കിൽ പോക്ക. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ളൊരു ലോകോപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. I can create my personal world wherein through digital media I can have my own friends, my own games, my own pastimes, my own relationships, my own Korean band music. Maybe I can create my own music. I can create my own reels. I can display it on the social media. Get likes. Will be shared. I have many friends than you could even imagine. ഇത് നിങ്ങളുടെ കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങൾക്കും പറ്റും. നിങ്ങളിൽ പലരും ഇത് ചെയ്യുന്നുണ്ടാവും. ഡീലിങ്കിങ് ഫ്രം യുവർ ചൈൽഡ്, ഡീലിങ്കിങ് ഫ്രം യുവർ സ്പൗസ്. സം ഓഫ് യു മേ ബി ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, പ്രോബ്ലി invading the social media in great excitement and probably creating a world for you. അങ്ങനെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്ത് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇല്ലെങ്കിൽ, ആശയവിനിമയത്തിൻ്റെ പാലം ഇട്ടില്ലെങ്കിൽ, you will not be able to understand your son or daughter. പലപ്പോഴും ഒരു സൂയിസൈഡൽ ജസ്റ്ററൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, why this young man or young girl attempted to commit suicide എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ് ഏറ്റവും അവസാനം അറിയുന്ന പേരൻസാണ്. എവരിബഡി എൽസ് നോസ്. ഫ്രണ്ട്സിനറിയാം. Maybe even the teacher in the college also have some doubts about probably the emotional upheaval this boy or girl is undergoing. But it is the parent who comes to know about it last. ഏറ്റവും അവസാനം അറിയുന്നത്. Why? It's because കമ്മ്യൂണിക്കേഷൻ ഇല്ല, ക്വാളിറ്റി ടൈം ഇല്ല. ഇൻസ്റ്റഡ് നിങ്ങൾ എന്താ ചെയ്യുക? ഒരു കുട്ടി, നിങ്ങളുടെ സണ്ണോ അല്ലെങ്കിൽ ഡോട്ടറോ ഒരു കുരുത്തക്കേട് കാണിച്ചാൽ സഡൻലി ബിക്കം ദ ഓണർ ഓഫ് ദ ചൈൽഡ്. പ്യൂണിറ്റീവ് ആവും, ചീത്ത പറയും, എന്തെങ്കിലുമൊക്കെ ചീത്ത വാക്ക് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യും. സ്റ്റിൽ യു വിൽ നോട്ട് സ്പെൻഡ് ടൈം ഇൻ ലിസണിങ് ടു ദ ചൈൽഡ്, ലിസണിങ് ടു യുവർ സൺ ഓർ ഡോട്ടർ ടു എക്സ്പ്രസ് ഹിംസെൽഫ്. വൈ ഡിഡ് യു ഡു? Why did you get into a relationship? Why did you hang out and did not come home this night? ഇതൊക്കെ യൂഷ്വൽ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ അല്ലേ? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ഡൂയിങ്
late night with your mobile. Tell us. എന്ന് പറഞ്ഞൊരു ചോദ്യത്തിന് സത്യസന്ധമായിട്ട് വാട്ട് യുവർ സൺ ഓർ ഡോട്ടർ ഈസ് ഗോയിങ് ത്രൂ എന്ന് പറയണമെങ്കിൽ ഐ തിങ്ക് യു ആർ ഫോളോയിങ് ആഫ്റ്റർ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് മംഗ്ലീഷ് റൈറ്റ്. അതുണ്ടാവണമെങ്കിൽ ഒരു ബേസിക് ട്രസ്റ്റ് വേണം. നോൺ ജഡ്ജ്മെൻ്റലാണ് പേരൻസ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കണം. അതുപോലെ തന്നെ യു ആർ വില്ലിങ് ടു ലിസൺ എനി സ്റ്റുപ്പിഡിറ്റീസ് ദ son or daughter is going to do without judging, probably trying to understand why they did it, and probably the catalyst in correction, not the judge or police person to correct. അതുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നടക്കുള്ളൂ. ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ പേഴ്സണൽ സ്പേസ് ഡിജിറ്റലിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും 10 ഇരട്ടി ഡിജിറ്റൽ സ്പേസ് നിങ്ങളുടെ കുട്ടികളുണ്ടാക്കും. ഹൗ മെനി ഓഫ് യു നോ 3 things they dislike in you? എത്ര പേർക്കറിയാം? നിങ്ങൾ ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ പേരൻ്റ് എന്നുള്ള നിലയിൽ എൻ്റെ കുട്ടി വെറുക്കുന്ന എന്നിലുള്ള ക്യാരക്ടർ ട്രേറ്റ്സ് 3 എന്തെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? എല്ലാവരും വളരെ കുറച്ച് പേരെ കൈ വെക്കണുള്ളൂ. പക്ഷേ ജസ്റ്റ് തിങ്ക്. And also think 3 good things they like in you. അമ്മയിലോ അച്ഛനോ ഞാൻ കാണുന്ന 3 നല്ല ഗുണങ്ങൾ എന്തെന്ന് എത്ര പേർക്കറിയാം? എത്ര പേർക്ക് ഈ ഗ്രൂപ്പിൽ എൻ്റെ കുട്ടിയുടെ ചങ്ങാതിമാരാരൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം? ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ വേറൊരു ട്രിക്കി ചോദ്യം ചോദിക്കാം. ഓൺലൈനിൽ ഇവരുടെ ചങ്ങാതിമാരാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം? എണ്ണം കുറഞ്ഞു ഇല്ലേ? നമ്പർ ഹാസ് റെഡ്യൂസ്ഡ്. അതുപോലൊരു സ്പേസും ഉണ്ട് കുട്ടികൾക്ക് ചങ്ങാതിയാവാൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് റിയൽ ലൈഫിൽ ചങ്ങാതിമാരാരാണ് എന്നറിഞ്ഞ് കൈപൊക്കിയിട്ട് അമ്പട ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് കൈപൊക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈനിൽ ആരൊക്കെ ആയിട്ട് ചങ്ങാത്തം ഉണ്ടാവും എന്നുള്ളത്. നിങ്ങളുടെ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങൾ എത്രയാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഞാനിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ കുറഞ്ഞു അല്ലേ? ആകെ 3-4 പേർക്ക് അറിയുള്ളൂ. പണ്ട് ഇതൊരു ക്വസ്റ്റ്യനാറായിട്ട് നമ്മൾ ഇട്ട് നോക്കിയതാണ്. ദയനീയമായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ പിള്ളേർക്കും കൊടുത്തു. അവരോട് മാതാപിതാക്കളെ ഏറ്റവും വെറുക്കുന്ന 3 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. മാതാപിതാക്കൾ എഴുതി. മിസ്മാച്ച് ഭീകരമായിരുന്നു. പിള്ളേർ എഴുതുന്നതല്ല പേരൻസ് എഴുതിയത്. ദാറ്റ്സ് ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് തിങ്. കുട്ടികളുടെ ഡിസ്ലൈക്ക് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ ഹെയ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലല്ല, അതർവൈസ് മനസ്സിലായില്ല. പക്ഷെ നമ്മളതറിയാതെ അവർ ഹെയ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കും ഇല്ലേ? ആൻഡ് അവരുടെ ഹോബീസ് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട്സിൻ്റെ കാര്യം ഇത് മിസ്മാച്ച് വെച്ചു. അവരുടെ റിലേഷൻഷിപ്പ് അടക്കം അവരുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട് ഓപ്പണായിട്ട് പറയും എന്നുള്ളതിൽ കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട്? നമ്പേഴ്സ് ആർ റിഡ്യൂസ്ഡ് അല്ലേ? ഇതൊക്കെ വലിയ ഗ്യാപ്പാണ്. ഞാനിത് പറയുന്നത് കൈ പൊക്കിയവരുടെ ക്രെഡിറ്റിന് വേണ്ടിയില്ല. കൈ പൊക്കാത്തവർ ആ ഒരു സീരിയസ് എന്താ പറയുക ഒരു ബിഗ് ഗ്രൂപ്പ് ഹു ഹാസൻ ലിഫ്റ്റഡ് ദെയർ ഹാൻഡ്. ഈ ഒരു ഗ്യാപ്പിലാണ് ഇപ്പം കൈ പൊക്കിയവരും എത്ര കണ്ട് ആ ഒരു ഓണസ്റ്റ് ലെവലിൽ ആ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയധികം ആളുകൾ, ഇത്രയധികം പേരൻസ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവരുടെ മകനെയോ മകളെയോ കുറിച്ചിട്ടോ അറിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ചൂഷകർക്ക് സ്പേസ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വെയർ people who can exploit get a space to penetrate into the world of your children. That is where I can market drugs. That is where I can seduce your daughter. That is a space where I can initiate your children into something very bad.
കാരണം ഇവനെന്തായാലും വീട്ടിൽ പറയില്ല, ഇവളെന്തായാലും വീട്ടിൽ പറയില്ല, ഇവനെ ഇവിടെ വീട്ടിലുള്ള പേരൻസിന് ഒരു പിടിയില്ല. ദേ ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദെയർ സൺ ഓർ ഡോട്ടർ. ആ സ്പേസിൽ പുറത്തുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം. വിൽ നോട്ട് ബി ഡിസ്കസ് വിത്ത് പേരൻസ്. നമ്മൾ കാണുന്ന ഈ പേപ്പറിൽ കാണുന്ന ഒരുപാട് സംഭവങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള പ്രശ്നം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ കറക്ഷനിലേക്ക് പോകേണ്ടത്. ദോസ് ഹു ഹാവ് നോട്ട് ഡൺ ദിസ് ഡോണ്ട് ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. അതിലൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മഹാരാഷ്ട്ര ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളം പറയണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, മറാത്തി പഠിക്കണം എന്ന് പറഞ്ഞ പോലെ പുതിയ ലോകത്തിലെ നമ്മുടെ കുട്ടികളെ ശരിക്കും കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആ കുട്ടിയെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതിനൊരു എഫേർട്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഹോബി അറിയുന്നതിലൊക്കെ എന്ത് കാര്യമുണ്ടെന്ന് പറയും അല്ലേ. അവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളത് തേവര കോളേജിൽ കോമേഴ്സ് എടുക്കാനാണെന്നറിയാം, അവൻ മാത്സിൽ കൊള്ളാമെന്നറിയാം, അവന് സ്പോർട്സ് അത്യാവശ്യം ക്രിക്കറ്റിന് ഇഷ്ടമുണ്ടെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞാൽ പോരെ? നോ, യു വിൽ ഹാവ് ടു നോ എവറിഥിങ് അബൌട്ട് ദ ബോയ്, എവറിഥിങ് അബൌട്ട് ദ ഗേൾ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഗിൽറ്റി വേണ്ട, യു ക്യാൻ സ്റ്റാർട്ട് കറക്റ്റിങ്. എപ്പോഴും ആ 9 വയസ്സുകാരി കുട്ടീനെ ആലോചിച്ചാൽ മതി, ഞാനൊരു കമ്മ്യൂണിക്കേഷൻ്റെ പാലം ഇട്ടിട്ടുണ്ടോ, ആ പാലം ഇടാത്തത് കൊണ്ടാണോ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വരാത്തത്, അങ്ങനെയുള്ള ഒരു ചിന്ത വേണം. എന്താണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത? വൈ ഡു യു തിങ്ക് ഇറ്റ്സ് എ ചേഞ്ച് ജനറേഷൻ? എനിക്ക് വന്നിട്ടുള്ള ഇൻഫർമേഷനിൽ പേരൻറ്റിങ് ജെൻ ഇസഡ് എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. അച്ഛൻ ജെൻ ഇസഡ് എന്നാണ് എഴുതിയേക്കുന്നത്. എന്താ ഈ ജെൻ ഇസഡ്? ജെൻ ഇസഡിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളൊന്ന് അത്യാവശ്യം എന്താ പറയുക, ബാക്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഏജ് ലെവലിലേക്ക് നിങ്ങളൊന്ന് പ്രതിഷ്ഠിച്ച് നോക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ 18-20-year-old ആൻഡ് ദ പ്രസൻറ്റ് യുവർ ഓൺ ചിൽഡ്രൻ ഹൂ ഈസ് ഇൻ ടു 19 or 20 years? എന്ത് ഡിഫറൻസാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ യൂത്വത്തിലും അവരുടെ യൂത്വത്തിലും, യുവർ യൂത്ത്ഹുഡ് ആൻഡ് ദെയർ യൂത്ത്ഹുഡ് നൗ, പൊതുവിൽ യൂത്ത്ഹുഡിനൊരു ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് വിച്ച് ഇസ് അൺചേഞ്ച്ഡ്. വാട്ട് ആർ ദേ? അതാദ്യം മനസ്സിലാക്കാൻ നോക്കാം. നോ, ഫോർഗെറ്റ് അബൌട്ട് ന്യൂ ജനറേഷൻ. യൂത്ത്ഹുഡ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളെ തന്നെ ആ പർട്ടിക്കുലർ ഏജിൽ വിശകലനം ചെയ്യുമ്പം എന്തൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലല്ല, നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറയണത് മാഡം 12 വയസ്സിൽ നിന്ന് അല്ലെങ്കിൽ 10 വയസ്സിൽ നിന്ന് ഒരു 14 വയസ്സിലേക്ക് കയറുമ്പം ഏത് തരത്തിലുള്ള ചില മാറ്റങ്ങളാണ് ഉണ്ടാവുക? അതാദ്യം മനസ്സിലാക്കണമല്ലേ. നോർമലായിട്ട് മെന്റലി ഫിസിക്കലി നല്ല ചേഞ്ച് വരും. അല്ലാതെ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ച് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് നമുക്ക് ആൾക്കാരുടെ അട്രാക്ഷനൊക്കെ വരും. സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവാം. റൈറ്റ്. അടുത്ത് പിന്നെ നമുക്ക് നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യണത് റിബല്യസ് ആവാം. ഓക്കെ. പിന്നെ ആൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളും കുറച്ച് അഡ്വഞ്ചറസ് ആവാം. They become more curious. They are going to be more curious about everything. They become they indulge into lot of explorations, either good or bad. Have a mood to experiment and check whether it is good or no bad, including drugs. What else? Question everything. They think that parents are not supreme, their friends are supreme. ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ ആ പർട്ടിക്കുലർ ഏജിൽ ഉണ്ടായിരുന്നപ്പോഴും കടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദാറ്റ് ഈസ് വെയർ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ജനറേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
എൻ്റെ 20 വയസ്സിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ 20 വയസ്സിൽ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളും കടന്നു പോയിട്ടുണ്ട്. ബട്ട് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് മേക്സ് പ്രസൻറ്റ് ജനറേഷൻ വെരി ഡിഫിക്കൽട്ട്? We were not much rebellious. But now the children, they are more rebellious and the So thing it's is- only on gradation, degree. might be sir, because and one more thing is that earlier there were too many of children, but now നമ്മളൊന്ന് നമുക്കൊന്ന് അല്ലെങ്കിൽ മൈക്രോ ഫാമിലീസ്, ന്യൂക്ലിയർ ഫാമിലീസ്. So we are also dancing to their tunes. So that is also a negative in that. So they think See, that don't you think that നിങ്ങളുടെ ഏജിൽ കുറച്ചുകൂടെ കൺട്രോൾസും റെസ്ട്രിക്ഷൻസും പോസിബിൾ ആയിരുന്നു നിങ്ങളുടെ മേത്തെന്ന് തോന്നുന്നുണ്ടോ? yes, now we can't also do so, we are helpless. That is the difference. Because ടൈം ചേഞ്ച് ചെയ്തോടുകൂടിയിട്ട് അതിൽ തെറ്റൊന്നുമില്ല. വി ഹാവ് ടു പ്രോബ്ലി അലോ ഫ്രീഡം സോ ദാറ്റ് ഇറ്റ്സ് എ ഫ്രീ വേൾഡ് വെയർ ദേ വിൽ ഹാവ് ടു ഗെറ്റ് എക്സ്പോസ് ടു ദ ഗുഡ് ആൻഡ് ബാഡ് ഓഫ് ലൈഫ് ആൻഡ് പ്രോബ്ലി know how to manage it themselves. Yes sir, what you are saying we agree, but being a parent we are too much worried about them because ഇത്രയും വേറെ മാഡത്തിൻ്റെ പേരൻറ്റിനുണ്ടായിരുന്നു. no. Why? Why is it that your parents or my parents did Because not that worry generation- this much like you do? Because that generation we were ഇത്ര ഇല്ല, exposure ഇല്ല. I'll give an example. Yeah. So during my time, when evening time we used to given time for friends, like for playing or something. So that was a limited time when used to be with the friends and play for an hour or so. The remaining time we are at home. So those times phones were not there, telephones were not there. But now what has happened is, now even if your kid is there at home, you have the kid interacting with the friends every time. So that space which was there for 1 hour, now that is unlimited actually. So I get the point. ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? Your children are getting exposed to the world in a much greater way than you used to do. Plus, you were subjected to a lot of controls. Okay. ഈ ചേഞ്ച് പാറ്റേണിൽ how parents should change? This is the crucial question. ഞാനീ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഹിൻറ്റ് ചെയ്തിട്ടുള്ള ഇത് അതിനെ മാറ്റാൻ പറ്റില്ല. ദിസ് മൊബൈൽ ഈസ് ഗോയിങ് ടു ബി ദെയർ, ദ ഡിജിറ്റൽ വേൾഡ് ഈസ് ഗോയിങ് ടു ബി ദെയർ. യുവർ ചിൽഡ്രൻ വിൽ ഹാവ് ടു ഗോ ഫോർ ട്യൂഷൻസ് ഓൾ അലോൺ. They will have to probably travel alone. They will have to meet people or probably go for seminars or other things. ആ ഫ്രീ വേൾഡിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇൻഡൾജ് ചെയ്യുന്ന ഈ തരം ഓപ്പർച്യൂണിറ്റീസ് ഗുഡ് ആൻഡ് ബാഡ് കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വാട്ട് ചേഞ്ച് യു ക്യാൻ ഡു ഇൻ ദ പേരൻറ്റിങ്? അവിടെയാണ് വ്യത്യാസം വരുന്നത്. 9 വയസ്സുള്ള കുട്ടി അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കുന്നത്. വിചാരിച്ചാൽ നടക്കും. ആ ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റുള്ള പേരൻ്റാണ്. സോ ഐ ഷുഡ് നോട്ട് ഡിസീവ് ദം എന്നുള്ള ഫീല് നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ ഷുഡ് ബി മോർ കമ്മ്യൂണിക്കേറ്റീവ് വിത്ത് മൈ പേരൻസ്, ദ ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് എന്ന് പറയുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ പേരൻറ്റിങ് നടക്കുകയുള്ളൂ. അല്ലാതെ റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു പേരൻറ്റിങ് നടക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? യു ജസ്റ്റ് കനോട്ട് റിസ്ട്രിക്ട് ദ ചൈൽഡ്. ഐ റിമെമ്പർ ഓഫ് എ Sir, as a parent of 5 children, I would tell you, my daughter, my 5 പേർക്കും ഒറ്റ ഫോണേ ഉള്ളൂ. So when she started joining the college, she's standing right there outside. I'm like her best friend. That's my husband there, sitting there. Very strict. I give them their freedom. Let's see the Gen Z generation. I am mother of 4 teenage girls. One is 18, one is 17, one is 16. So you can imagine the plight that is going at home. But then there is a strict rule in the house. We give you your freedom. We trust you. I know all her friends, more of the boys than the girls. So it would be like she comes and tells every word right from the minute they come from school. Ella stories, everything. Even the chits under the table the boys would give or anything. Ellam parayum. Only thing is veetil 4:30 mumba you have to be home. There are set rules which are given. So that can be done by parents of this generation. I think parents are not bothered. Avarku samayilla. They are busy.
ബട്ട് ഐ തിങ്ക് പേരൻസ് ഷുഡ് മേക്ക് ഇറ്റ് എ പോയിന്റ്. അത് പിള്ളേർ വന്ന് പറയാൻ ആൻഡ് ബി നോൺ ജഡ്ജ്മെൻറ്റൽ. That is one thing which I would say. Let's ask the group, how many has rules at home? ഇത്ര മണിക്കൂറേ മൊബൈൽ യൂസ് ചെയ്യാവുള്ളൂ, ഇത്ര മണിക്ക് വീട്ടിൽ കയറണം, അങ്ങനെ റൂൾസ് ഉള്ള എത്ര വീട്ടുകാരുണ്ട് ഇതിൽ? വെരി ലെസ്. കുട്ടിയോട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ തോന്നിയ പോലെ യൂസ് ചെയ്യും. We don't set models. That's an excellent example. If there is a set rule that is right from practice right from childhood. നമ്മൾ പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ parenting begins when they are in teenage എന്നുള്ളൊരു വിചാരമുണ്ട്. Actually parenting begins the moment your child is inside the womb of your wife, or probably the mother thinks that the parenting has already started. ഓരോ ഏജിലും ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേരൻറ്റിങ് വേണ്ടി വരും. ഇത് ടീനേജിൽ ഒരല്പം മാർക്ക് കുറയുമ്പോഴേക്കും ഉടനെ പീപ്പിൾ സ്റ്റാർട്ട് കമ്മിങ് ടു us saying that, oh, my son is not studying, he is showing contact problems, help us, guide us in parenting. What sort of parenting you have done? Nothing. At the age of 2 years or 3 years, ബേബി സിറ്ററായിട്ട് മൊബൈലിന് കൊടുത്തേക്കാണ്. നമ്മളെവിടെയെങ്കിലും പോയിരിക്കുമ്പം കൊച്ചിനെ അടക്കി നിർത്താനായിട്ട് മോനെ ഈ മൊബൈൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് യു വാണ്ട് ദ ചൈൽഡ് ടു ഹാവ് എ ഡിസിപ്ലിൻ യൂസേജ് ഓഫ് ദ മൊബൈൽ അറ്റ് ദ ഏജ് ഓഫ് 13 or 14. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? ആൻഡ് ഐ ഹാവ് സീൻ മെനി മദേഴ്സ് ഇൻ അവർ ഹോസ്പിറ്റൽ ഫോൺലിങ് വിത്ത് ദ മൊബൈൽ വൈൽ ബ്രസ്റ്റ് ഫീഡിങ്. ദേ തിങ്ക് ദാറ്റ് ആ ഏജിൽ കുട്ടി ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. വാട്ട് ദ ചൈൽഡ് ഈസ് seeing is that എന്നോട് പാഷനറ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ലവും ജെസ്റ്ററും കാണിക്കേണ്ട മൊമെൻറ്റിൽ വേർ ഈസ് ദിസ് മദർ ലുക്കിംഗ്? ആൻഡ് ദ ചൈൽഡ് ഓൾസോ ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു വാട്ട് എവർ ഗാഡ്ജറ്റ് വിച്ച് ഹസ് ഫ്ലാഷസ് കമ്മിങ് ഇൻ നോട്ടീസ് ചെയ്യുന്നു. ഞങ്ങളൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങൾ ഗ്രൂം ചെയ്യുന്നത് ഗ്ലോ ജനറേഷനാന്ന് പറയും. വാട്ട് ഈസ് ഗ്ലോ ജനറേഷൻ? മിക്കവാറും നേരം ഒരു മൊബൈലിലാണ്. ആ മൊബൈലിൻ്റെ ലൈറ്റ് മുഖത്തിങ്ങനെ അടിച്ചിട്ട് ദേ ആർ ഓൾ ഗ്ലോ ജനറേഷൻ. ആൻഡ് ദ പേരൻസ് ആർ ഓൾസോ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഗ്ലോ ജനറേഷൻ. അവർക്ക് വേറെ പണിയുള്ളതുകൊണ്ട് കുറച്ച് സമയം കുറയുന്നുള്ളൂ. പിള്ളേരുടെ പോലെ സമയം കിട്ടുകയാണെങ്കിൽ അവരും ഗ്ലോ ജനറേഷൻ ആവും. ബട്ട് മൈൻഡ് യു, ഈ ഗ്ലോ ജനറേഷൻ എന്ന് പറയുന്ന മനസ്സിൽ ആ ഗ്ലോ വരുന്നില്ല. ഐ വാസ് ടെല്ലിങ് യുവർ പ്രൊഫസർ വൈൽ വി ആർ സിറ്റിംഗ് ദെയർ, ഇന്നത്തെ പേരൻസ് ഒരു വലിയ പാരഡോക്സിൽ പെട്ടേക്കുക എന്ന് പറയാം. എന്താ പാരഡോക്സ്? നിങ്ങളുടെ ഏജിലുള്ള മക്കൾ നിങ്ങളുടെ അടുത്ത് ദേ വാണ്ട് ഫ്രീഡം ലൈക്ക് വാട്ട് ദെയർ കൗണ്ടർ പാർട്സ് ഗെറ്റ് ഇൻ USA. പക്ഷേ ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് ദേ വാണ്ട് ടു ബി എ വെരി ഇന്ത്യൻ. ഈ പാരഡോക്സിക്കലി യു ജസ്റ്റ് കനോട്ട് ഗ്രൂം ആൻ യങ് പേഴ്സൺ വെൽ. കാരണം അവൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന തോന്നിയാസങ്ങളെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് പോവുകയും and you cater to his needs or her needs just like an Indian parent would do. How can he develop autonomy? നമ്മൾ ഈ ഏജിൽ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ടാർഗറ്റ്സ് they will have to be autonomous, not like autonomous college. They have to be self-dependent. They should have a clear identity for themselves. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഉണ്ടാവാനാണ് നിങ്ങളുടെ ഈ പാരഡോക്സിക്കൽ പാരൻറ്റിങ്ങിൽ? യു സ്റ്റാർട്ട് തിങ്കിങ്. എത്ര കുട്ടികൾ ഹാവ് ഷോൺ ദ ഡ്രൈവ് ടു ഏൺ വൈൽ ദേ ഏൺ? നിങ്ങളുടെ ഏജിലുള്ള കുട്ടികളൊക്കെ അമേരിക്കയിലെ കൗണ്ടർ പാർട്ടുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഏൺ വൈൽ ദേ ലേൺ ഫിലോസഫി പോകേണ്ടവരാണ്. എത്ര പേര് കാണിക്കുന്നുണ്ട്? കൈവക്കാവോ? 1, 2. What does your child or she is earning through whatever artistic work. What about you? ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം വലിയ ഇമ്പോർട്ടൻറ്റ് കൾച്ചേഴ്സാണ്. നമ്മളിപ്പോൾ 4-year പ്രോഗ്രാം വന്നു, അതിൻ്റെ കൂടെ ആഡ് ഓൺ കരിയേഴ്സ് സാധനങ്ങൾ ചേർക്കുന്നു, അത് ചേർക്കുന്നു, ഇതൊന്നും ചേർന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഇത്തരം കൾച്ചർ വേണ്ടി വരും. ദ വേൾഡ് ഈസ് വെരി കോമ്പറ്റീറ്റീവ്. മനസ്സിലായില്ല? ആൻഡ് മെനി
of your children treat coming to college as probably a place for recreation. സ്റ്റഡിയേക്കാൾ കൂടുതൽ ഹാങ് ഔട്ട്സിനും അല്ലെങ്കിൽ അതുപോലുള്ള എൻജോയ്മെൻറ്റിനും എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു ഫിലോസഫി എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. മനസ്സിലായി? ഇപ്പം ഞാൻ മെഡിസിൻ പഠിച്ചാണ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇന്നത്തെ കാലത്ത് ആർട്സ് അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തിട്ട് ഒരു ഗ്രാജുവേഷൻ എടുക്കുന്ന ഒരു മോശം ഐഡിയ ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇഫ് ദർ ഇസ് എ സ്കിൽ സെറ്റ് ഫോർ യുവർ ചിൽഡ്രൻ, ലൈക്ക് ഹർ ഡോട്ടർ ഹാവിങ് ആൻ ആർട്ടിസ്റ്റിക് ടാലൻറ്റ്, ആ സ്കിൽ സെറ്റ് എൻറിച്ച്ഡ് ആക്കുകയാണെങ്കിൽ ഏത് ഡിഗ്രി എടുത്താലും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കാലമാണത്. മേ നോട്ട് ബി ഇൻ കേരള, ബട്ട് വിൽ ഗെറ്റ് എബ്രോഡ്. അപ്പോൾ ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷണൽ ലെവലിലേക്ക് നമ്മൾ പോവുക, അതിന് വേണ്ടിയിട്ട് കേറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സർട്ടൻ ഇൻഗ്രീഡിയൻസ് യു ലൈക്ക് ടു സേ. വൺ ഈസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഈ കുട്ടികൾ അത്യാവശ്യം ദേഷ്യം ഉണ്ടാക്കും, അത്യാവശ്യം ആങ്കർ ഭയങ്കര ഒരു മെത്തേഡ് ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കാം. യു ലൈക്ക് ടു വാലിഡേറ്റ് ദോസ് ഫീലിങ്സ് ആൻഡ് സേ ഇറ്റ് ഈസ് ഓൾ നോർമൽ റാദർ ദാൻ ബിക്കമിങ് അജിറ്റേറ്റഡ്. മകനോ മകളോ 5 കട്ടയിൽ ഇങ്ങോട്ടേക്ക് ദേഷ്യം പഠിക്കുമ്പോൾ നിങ്ങൾ 10 കട്ടയിൽ തിരിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. യു ലൈക്ക് ടു സേ ദാറ്റ് അറ്റ് യുവർ ഏജ് ദിസ് ഇസ് ക്വൈറ്റ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആ മനസ്സിലാക്കലിൽ നിന്നാണ് ആ കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുള്ളൂ. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ മോഡൽ ബിഹേവിയർ കാണിക്കണം. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ കാലത്ത് നന്നായി പറഞ്ഞു കൊടുക്കണം. ഡിജിറ്റൽ വേൾഡിനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്കൊരു ഐഡിയൽ പേരൻ്റായിട്ട് ഈ കാലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചാനൽ റിയാലിറ്റി ഷോ പോലെ ആഘോഷിച്ചൊരു സംഭവമുണ്ട് 2 ആഴ്ച മുമ്പ്. ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനാ ഇറങ്ങിപ്പോയേ? അമ്മ അടിച്ചു. മീൻസ് ഹൗ മെനി ഓഫ് യു സപ്പോർട്ട് the child running away because the mother has physically abused the child? അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അമ്മ തല്ലിയത് ശരിയല്ല, പക്ഷെ അമ്മ എന്തുകൊണ്ട് തല്ലിയെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്നാലും തല്ലുന്നത് ശരിയല്ല. പക്ഷേ വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഡോട്ടർ നമുക്ക് അറിഞ്ഞുകൂടാ. Maybe she was like the 9-year-old girl I was telling you. There is absolutely no communication. There is some sort of a confusion happening between the mother and daughter. And the mother, because of her life experience, thought this is the best way to probably correct the girl. Just imagine if the situation was different. You would all have changed your idea. The girl got into a relationship with probably some 19-year-old, 20-year-old man through Instagram or Facebook somewhere in Kasaragod or somewhere in Assam and wanted to run away with him. ഇതാണ് സെനറിയോ എങ്കിലോ? യെസ്, ഞാൻ പറഞ്ഞ മെത്തഡോളജി കറക്റ്റ് തന്നെ, മെത്തഡോളജിയിൽ റോങ് ആണ്. പക്ഷേ നമ്മുടെ ഒരു മനസ്സ് നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ചാടുന്നുണ്ട്. അത് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ഇൻട്രാക്ഷൻ വിത്ത് അവർ ചിൽഡ്രൻ ഓൾസോ. ഞാനിത് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യിപ്പിച്ച അതുകൊണ്ടാണ്. നമ്മൾ കുട്ടിയായിട്ടുള്ള ഇൻട്രാക്ഷനിലും നമ്മുടെ ഈ ഒരു ട്രെയ്റ്റ് ചാടി വരും. ആൻഡ് ദ മോമെൻറ്റ് യു ബിക്കം ജഡ്ജ്മെൻ്റൽ വിത്ത് യുവർ ചിൽഡ്രൻ അറ്റ് ദിസ് ഏജ്, ഈ 2024 ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ജഡ്ജ്മെൻ്റൽ ആവുമോ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ യു ഹാവ് ലോസ്റ്റ് ദ ചൈൽഡ്, യു ഹാവ് ലോസ്റ്റ് കണക്ഷൻ. ദേ ആർ ഡിസ്കണക്റ്റഡ്, ദേ സൈൻ ഓഫ്. മനസ്സിലായില്ല? ഇപ്പോൾ എല്ലാ ലാംഗ്വേജിലാണല്ലോ പറയണത്. ഞാൻ അമ്മയായിട്ട് സൈൻ ഓഫ് ചെയ്തു, ഞാൻ അപ്പയായിട്ട് സൈൻ ഓഫ് ചെയ്തു. കാരണം എന്തെങ്കിലും പറഞ്ഞ് ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ട് അഡ്വൈസിങ് മീ. പിന്നെ ചെവിതല കേൾക്കാൻ പറ്റില്ല, ഫുൾ അഡ്വൈസാണ്. സോ ഐ സൈൻ ഓഫ്. ദെൻ വാട്ട് ഡു യു ഡു മോളെ? ഷീ വിൽ കീപ്പ് ഓൺ saying something or other. I'll switch off and probably I'll think about my boyfriend or probably good times I have spent with my friends, the time I have spent in hanging out. She keeps on saying for about half an hour. For whom?
അപ്പം അങ്ങനെ കുട്ടികളെ സൈൻ ഓഫ് ചെയ്യാതെ നിർത്തിക്കാൻ പഠിക്കണം. Now, how do you understand an young person or young girl who is going through an emotional stress? അത് ഇമ്പോർട്ടൻ്റ് ആണ്. Your skills to identify who is going through distress is also very important. Many parents do not have that skill. എന്തൊക്കെയായിരിക്കാം? Your son or daughter starts withdrawing, starts showing gloomy behavior, spend most of the time in the room, will not come out, stop calling friends, will stop, probably reduce eating, reduce attention to dressing, or vice versa. She starts probably wearing much more attractive dresses and start showing greater interest in going out, probably greater interest in probably staying out for longer time than what is required. ഇതെല്ലാം warning signs ആണ്. Something is happening. It could be a behavioral problem, it could be a personality issue, it could be probably symptoms of some sort of emotional disorder that is happening. And studies have shown that 75% of psychiatric problems starts before the age of 24. 75%. So if you are a sensitive parent, with a warning sign itself, you can pick up that, look, my son or daughter is probably nearing the door of some sort of an emotional problem. This is the time where I should act so that he or she should be helped. എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ. ഈ ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴേക്കും all of you should know something called mental health first aid. എത്ര പേര് മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കേട്ടിട്ടു? There's something called mental health first aid also. ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൽ 3 എല്ലുകളാണുള്ളത്. ഇംഗ്ലീഷ് എൽ ലെറ്റേഴ്സ്. ഫസ്റ്റ് ഈസ് ലുക്ക്. അതിലാണ് നിങ്ങൾ വാർണിംഗ് സൈൻസ് നോക്കേണ്ടത്. ഈ വാർണിംഗ് സൈൻസ് പലതിൻ്റെയും ഇൻഡിക്കേറ്റർ ആവാം. Your son or daughter has got into a toxic sort of relationship, probably is tormented by that, probably is too much dependent on that. Maybe he or she is dependent on drugs, which is very fashionable these days, especially the chemical drugs. ഇതിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ ആവാം. മേ ബി ദ പേഴ്സൺ ഈസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ ഓർ ആങ്സൈറ്റി ഇസ് വെരി വെരി കോമൺ എമംഗ്സ്റ്റ് യങ്സ്റ്റേഴ്സ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മനക്കണ്ണ് തുറന്ന് നിങ്ങളുടെ കുട്ടിയെ കാണാൻ തുടങ്ങുന്നിടത്താണ് നിങ്ങൾ ഈ വാർണിംഗ് സൈൻസ് ആദ്യം കാണുക. അപ്പം മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എൽ, ലുക്ക്. നോട്ട് ത്രൂ യുവർ ഐസ് ബട്ട് ത്രൂ യുവർ ഇന്നർ ഐസ്. അതിന് കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, അടുപ്പം വേണം, അവർക്ക് കോൺഫിഡൻസ് വേണം, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതെല്ലാം വേണ്ടി വരും. ദ സെക്കൻഡ് എൽ ഇസ്, പറയൂ, ലിസൺ. ലിസൺ എന്ന് പറയുമ്പോഴേക്കും അഡ്വൈസ് ഇല്ല, നോൺ ജഡ്ജ്മെൻ്റൽ ലിസണിങ് ആണ്. ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ്. ലെറ്റ് യുവർ സൺ ഓർ ഡോട്ടർ talk anything, let it be stupid. Don't get embarrassed if she says that, look, I got into a relationship and he trapped me into a situation where I had to have physical contact with him. ഉടനെ ജഡ്ജ്മെൻ്റലായിട്ട് മോറൽ സ്റ്റോറികളെല്ലാം പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ പോകാതിരിക്കുക അല്ല വേണ്ട. ദാറ്റ് ഈസ് ദ ടൈം വെൻ ഷീ ആക്ച്വലി നീഡ്സ് യുവർ പ്രസൻസ്. ഒരു പോലീസുകാരിയല്ല ആ സമയത്ത് വേണ്ടത്. Come on, fine, we'll sort it out, cool, tell me what you're going through എന്ന് പറയുന്നിടത്താണ്. അല്ലാതെ നീ ഇങ്ങനെയൊക്കെ രാവിലെ സേവേറ കോളേജിലേക്ക് പോകുമ്പോഴേക്ക് ഇമാതിരി വേഷമൊക്കെ കെട്ടി പോകുമ്പോഴേ ഞാൻ വിചാരിച്ചാൽ നിനക്ക് ഈ ചതി വല്ലതൊക്കെ പറ്റുന്നു എന്ന് പറഞ്ഞിട്ടൊരു 4 ഫയറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു പ്രൊവൈഡ് മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് ടു യുവർ ഗേൾ? അപ്പോൾ ലിസൺ എന്ന് പറയുമ്പോൾ നോൺ ജഡ്ജ്മെൻ്റലായിരിക്കണം ആൻഡ് ഗിവ് അൺഡിവൈഡഡ് ടൈം. ആ സമയത്ത് എനിക്കൊരു ഫോൺ വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കിച്ചണിൽ ഹസ്ബൻഡ് വരുമ്പോഴേക്കും ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനുണ്ട് എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് പോകാൻ പാടില്ല. യു ഹാവ് ടു ഗിവ് ടൈം, ലെറ്റ് ഹിം ഓർ ഹെർ ടോക്ക് ടു വാട്ട് എവർ ടൈം ദേ വോണ്ട്. തേർഡ് എൽ ഇസ് ലിങ്ക്. നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടിക്കൊരു സമാധാനമാവും. എന്നാലും എൻ്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലല്ലോ.
That is the foundation on which she will start correcting herself. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എന്നെ അമ്മ നാശകോടാലിയാക്കും. അമ്മ എത്ര സമാധാനമായിട്ട് കേട്ടെ, അല്ലെങ്കിൽ അച്ഛൻ എത്ര സമാധാനമായിട്ട് കേട്ടെ. സോ ഐ ഷുഡ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്നുള്ളൊരു ഫീല് വരണമെങ്കിൽ ആ ഒരു പ്ലെയിൻ കൊടുക്കേണ്ടി വരും. ഇതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഗുണം കിട്ടും. ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾ ലിസൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലെയിനിൽ തന്നെ കുട്ടിക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും. ചിലപ്പോൾ അതുകൊണ്ട് കിട്ടാതെ വരും. ചിലപ്പം നിങ്ങൾ എത്ര സപ്പോർട്ടീവ് ആയിരുന്നു കഴിഞ്ഞിട്ടും ദ ചൈൽഡ് ഈസ് യുവർ സൺ ഓർ ഡോട്ടർ ഈസ് ഡിപ്രസ്, സാഡ്, ക്രൈയിങ്, വീപ്പിംഗ്, അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളിലൂടെ പോകുമ്പോൾ യു ലൈക്ക് ടു ലിങ്ക് ദാറ്റ് പേഴ്സൺ വിത്ത് സം സോർട്ട് ഓഫ് എ പ്രൊഫഷണൽ ഹു ക്യാൻ ഹെൽപ്പ്. ഇതിൽ മടി വിചാരിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അക്കാഡമിക് സ്ട്രെസ് കൊണ്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കാം. ആ സമയത്ത് ഇവിടെയുള്ള കോളേജിൽ കൺസേൺ പ്രൊഫസറുമായിട്ട് മീറ്റ് ചെയ്ത് ഷീ ഈസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഫോർ സച്ച് ആൻഡ് സച്ച് സബ്ജക്ട് ആൻഡ് ഷീ ഈസ് ഫീലിംഗ് വെരി ലോ. ഹൗ ക്യാൻ വി ടുഗദർ വർക്ക് സോ ദാറ്റ് ദ ചൈൽഡ് ക്യാൻ മൈ ഡോട്ടർ ഓർ സൺ ക്യാൻ ബി ഹെൽപ്ഡ്? യു ക്യാൻ ഇനീഷ്യേറ്റ് എ ഡയലോഗ്. അതൊരു ലിങ്കിങ് ആണ്. ലിങ്കിങ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് college professors so that you have a joint plan in probably helping the son or daughter. അപ്പോൾ 3 L മറക്കാതിരിക്കുക: ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. ഇതിനൊക്കെ മനസ്സ് വേണം, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു മനസ്സിൻ്റെ ലെവലിൽ നിന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ. Now we'll end up with one story. ഈ സ്റ്റോറി നിങ്ങൾ ചിലരും കേട്ടിട്ടുണ്ടാവും. ഒരു 17 ആനകളുടെ കഥയാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരു രാജ്യത്തൊരു രാജാവിന് 17 ആനകളുണ്ടായിരുന്നു. ഈ രാജാവ് മരിച്ചു. ഈ രാജാവ് മരിച്ചപ്പം കൗതുകകരമായിട്ടുള്ളൊരു വിൽപ്പത്രം എഴുതി വെച്ചു. ഈ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചെന്ന് വെച്ചാൽ മൂത്തയാൾക്ക് 2-1 ആന, രണ്ടാമത്തെ ആൾക്ക് 3-1 ആന, മൂന്നാമത്തെ ആൾക്ക് 9-1 ആന. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. മിക്കവാറും ഇന്നത്തെ കാലത്താണെങ്കിൽ ചാനലിൽ ഒരാഴ്ച ഇട്ട് ഘോഷിക്കാൻ ഈ രാജാവിൻ്റെ ബുദ്ധിയെക്കുറിച്ചിട്ട് പാവം വിദഗ്ധരുടെ അടുത്ത്, എന്താ പറയുക, വിഷയവിദഗ്ധരുടെ അടുത്ത് ചർച്ച ചെയ്യാനുള്ളൊരു ടോപ്പിക്കായി പോയേനെ അല്ലേ? രാജ്യം ആഭ്യന്തര കലപത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഒരാൾ രാജ്യത്ത് വന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആന. കാര്യം ചോദിച്ചു, ഇതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം വളരെ ഉദാരമായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 17 ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. 17 ലക്ഷണമൊത്ത ആന. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ 18ാമത്തെ ആന നിങ്ങൾക്ക് തരികയാണ്, മക്കളെ വിളിച്ചോളൂ, ഡിവൈഡ് ചെയ്തോളൂ. 1/2 എത്രയാണ്? 1/2 എത്രയാണ്? 9. 1/3 എത്രയാണ്? കണക്കിന് വളരെ മോശമല്ലേ പിള്ളേർ? 6. ഓക്കെ. 1/9 എത്രയാണ്? 2. എല്ലാം കൂടെ കൂട്ടിയേ 17. പ്രശ്നം തീർന്നല്ലോ. ഇത് തന്നെയാണ് വന്നയാളും പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ, ഞാൻ 18ാമത്തെ ആനയായിട്ട് യാത്രയാവട്ടെ. എന്താണ് ഈ 18ാമത്തെ ആന സിഗ്നിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഗുഡ് പേരൻ്റ് ഇൻ യു. നിങ്ങൾ നിങ്ങളുടെ മകനോ മകളോ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഈ 18ാമത്തെ ആനയുണ്ട്. നിങ്ങളത് പുറത്തെടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കൈ വെക്കാത്ത എല്ലാവർക്കും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ കുട്ടിയായിട്ട് സമയം ചെലവഴിക്കാം. കുട്ടിക്ക് മനസ്സിന് തൃപ്തി വരുന്നവരെ ഇവിടെയുള്ള വിശേഷങ്ങൾ പറയാൻ, കേട്ടിരിക്കാൻ സമയമുണ്ടാക്കാം. അതുപോലെ വീട്ടിൽ അത്യാവശ്യം ചില റൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റൂൾസൊക്കെ വെക്കാം. ഇത്ര മണിക്ക് നീ എഴുന്നേൽക്കണം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്താ പറയുക, രാത്രി ഇഞ്ചന്മാരാണ്. രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് മിക്കവാറും ഉറക്കം തൂങ്ങി എഴുന്നേറ്റിട്ട് നിങ്ങൾ കുത്തിപ്പൊക്കിയിട്ടൊക്കെയാണ് കോളേജിലേക്കൊക്കെ വിടുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ പേരൻ്റുണ്ട്. ആക്ച്വലി നിങ്ങൾ ഈ 18ാമത്തെ ആനെ പരേഡ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. സോ ട്രൈ ടു ഡിസ്കവർ യുവർ ഗുഡ് പാരൻറ്റിങ് സ്കിൽസ് wherein you listen to your children, where you spend quality time in communicating with the child, not about academics, but about everything else, about the personal life, about what they like, and probably go for outing wherein you freely communicate with them just like a friend, talk about your probably younger days, love affairs and other things, and tell how normal it is to feel attracted to somebody, but you will have to apply some breaks so that you are not distracted from your main goal. ഈ രീതിയിലേക്ക് എങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാം എന്നൊക്കെ പറ്റുന്ന ഒരു പേരൻ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് 18ാമത്തെ ആന. 18ാമത്തെ ആനയെ പരേഡ് ചെയ്തിട്ട്
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ രക്ഷിക്കുക, ഞങ്ങളുടെ പണി കുറച്ച് തരിക. താങ്ക് യു.